ലോകകപ്പ് ഫുട്ബോളിന്റെ വിളംബരമായി ജാഥ നടത്തി. കായംകുളം ഗവൺമെന്റ് ടൗൺ UP സ്കൂളിലാണ് വിദ്യാർത്ഥികൾ വിളംബര ജാഥ നടത്തിയത്. കായംകുളം ഗവൺമെന്റ് ടൗൺ UP സ്കൂളിലാണ് ഫിഫ വേൾഡ് കപ്പ് വരവേൽപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ദീപശിഖയും ഫുട്ബോളും കയ്യിലേന്തി സ്കേറ്റിംഗ് ഷൂ അണിഞ്ഞ വിദ്യാർത്ഥികൾ വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് ജാഥയിൽ പങ്കെടുത്തത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാം കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഹലോ അടിപൊളി. 96 വർഷങ്ങൾ പിന്നിട്ട് 96ാമത്തെ വർഷവും ഇന്നത്തെ ഫുട്ബോൾ ഇന്നത്തെ രാത്രി 12 ഇന്ത്യൻ സമയം 12:30 മെക്സിക്കോയിൽ വെച്ച് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ആദ്യ പോരാട്ടം നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾക്കൊന്ന് നോക്കാൻ പോലും എത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ. ഇത്രയും ജനകോടികൾ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇനിയുള്ള ഫുട്ബോൾ അംഗത്തിൽ ഇനിയുള്ള വേൾഡ് കപ്പുകളിൽ അംഗമാകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. വാർഡ് കൗൺസിലർ മുബീറസ് ഓടനാട്, പ്രഥമാധ്യാപിക ജെസ്സി വർഗീസ്, SMC ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി, മദർ PTA പ്രസിഡന്റ് സരിത, ആസിം നാസർ, ജലീൽ, ജാബിർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ആഘോഷം നമ്മുടെ സ്കൂളിലും എത്തിച്ചേർന്നിരിക്കുന്നു. കാര്യം കുട്ടികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാര്യം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നും പറഞ്ഞ് അവർ തന്നെ സംസാരം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ മണ്ണിൽ വെച്ച് ഈ ലോകരാജ്യങ്ങളായ ഈ ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങൾക്കും ആശംസകൾ നേർന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു യാത്ര നടത്തണമെന്ന്. അപ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. നിരന്തരം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് സ്പോർട്സ് സംബന്ധിച്ച് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്ന സ്കൂളാണ്. നമ്മുടെ സ്കൂളിന് അതുപോലത്തുള്ള അച്ചീവ്മെൻറ്റും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. ഈ അടുത്ത ടൈമിൽ നമ്മുടെ 2 കുട്ടികൾ ബാസ്കറ്റ്ബോൾ കൗൺസിലിൽ വരെ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനിയും നിരന്തരം നമ്മുടെ സ്കൂളിൽ നിന്നും ഓരോ റിസൾട്ടുകൾ ഭാവിയിലും ഉണ്ടാകും. അപ്പം ന്യൂസ് ബ്യൂറോ, കായംകുളം.